എന്തായാലും മറ്റൊരു വനിതാ സിനിമാ പ്രവർത്തക ഷിബിലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബിലി എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു തീരുമാനത്തോട്? ആ, രഞ്ജിത്തിന്റെ രഞ്ജിത്തും ഇതുപോലെ മാതൃകാപരമായിട്ട് രാജിവെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സിദ്ദിഖ് ചെയ്തത് ആ, വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് ശരിയല്ല. അത് രാജിവെച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. തീർച്ചയായും. അതേപോലെ തന്നെ ഷിബിലി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ WCC അംഗമാണോ? അല്ല, WCC അംഗമല്ല, അമ്മ അംഗവുമല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അത് വളരെ ബാലിശമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഇതുവരെ മോശമായിട്ടുള്ള ഒരു നോട്ടം പോലും നമുക്ക് നമ്മുടെ തൊഴിലിടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നുണയായിട്ട് മാത്രമേ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഒരു പക്ഷെ അവർക്ക് അത്തരം നോട്ടത്തിൽ നിന്നും ഒക്കെ മാറി നിൽക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത്തരം എന്തെങ്കിലും ഒരു ജസ്റ്റേഴ്സിലൂടെ എന്തായാലും കടന്നുപോയിട്ടുണ്ടാവും. തീർച്ചയായും. നമുക്കറിയാം, എല്ലാ ഇടങ്ങളിലും, എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എങ്ങനെയായാലും നേരിട്ടിട്ടുണ്ടാവും. ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ചത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളിലായി ഇത്തരത്തിലുള്ള പല വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു അങ്ങനെ ഒരു ഗുരുതര ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു, ഇപ്പോൾ സിദ്ദിഖിനെതിരെയാണെങ്കിലും ഈ ഒരു രേവതി സമ്പത്ത് മുമ്പും പ്രതികരിച്ചിരുന്നു. മുമ്പും ഇതിനെപ്പറ്റി 2019-ലും 2022-ലും എല്ലാം പ്രതികരിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഈ സിദ്ദിഖ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചതും. അന്ന് അദ്ദേഹം ഇത് കാര്യമായി എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കില്ലേ ഇത്തരത്തിൽ ഒരു ഭയപ്പെട്ട് ഒരു രാജിയിലേക്ക് തന്നെ എത്തിയത്? തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് ധൈര്യം കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള തുറന്നു പറച്ചിലുകൾക്ക്. അതിന് നമ്മൾ കൊടുക്കുന്ന അന്ന് ആ കുട്ടി തന്നെ രേവതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ആ കുട്ടി ഒറ്റപ്പെട്ടു പോയി, ആരും ഉണ്ടായില്ല ഞാൻ ഒരു തുറന്നു പറച്ചിൽ നടത്തിയപ്പോൾ. പക്ഷെ ഇന്ന് കുറച്ചും കൂടെ സപ്പോർട്ട് സിസ്റ്റം ബെറ്ററായി, കുറച്ചും കൂടെ കാര്യങ്ങൾ സീരിയസ് ആയി നമ്മൾ എടുത്തു തുടങ്ങി. അത് ഭയങ്കര നല്ലൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് തുറന്നു പറച്ചിലുകൾ ഇനിയും വരണം. വരുന്ന ഓരോരോ തുറന്നു പറച്ചിലുകളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു സഹപ്രവർത്തക അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ തുറന്നു പറച്ചിൽ ഉണ്ടാവുമ്പോൾ അവരോട് ഏറ്റവും സിമ്പതറ്റിക് ആയി തന്നെ നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. അതിൽ നിന്ന് എന്താണ് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. അതുവരേക്കും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതെ ഷിബിലി, മറ്റൊരു കാര്യം, ഇപ്പോൾ സർക്കാർ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് കുറച്ച് അയഞ്ഞ മട്ടിലുള്ളൊരു സമീപനമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ ഷിബിലിക്ക്? തീർച്ചയായിട്ടും പാട്രിയാർക്കി നിലനിൽക്കുന്ന ഒരു സ്പേസ് തന്നെയാണല്ലോ അതും. അവരതിനെടുക്കുന്ന രീതി വളരെ നിരാശാകരമാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. അതിനെടുക്കുന്നത് അത്ര സീരിയസ് ആയിട്ടല്ല. ഒരു കേസ് വരുമ്പോൾ നോക്കാം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നിരാശയുണ്ടാക്കും. അതും നമ്മളെപ്പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർക്കാർ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്തിൽ തന്നെ അത് അങ്ങനെ സംഭവിക്കുമ്പോൾ അത് വളരെ ഡിപ്രസിംഗ് ആണ്. അതെ, ഇപ്പോൾ ആ ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഇവർ പ്രതികരിച്ച ആ ഒരു ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്ന മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇതിൽ കൂടുതലും പ്രതികരിച്ചത് സിദ്ദിഖും അതേപോലെ തന്നെ ജയൻ ചേർത്തലയുമാണ്. ഈ ഒപ്പമുണ്ടായിരുന്ന വനിതാ പ്രവർത്തകർ കാര്യമായി പ്രതികരിച്ചില്ല. ഏതോ ഒരു സമയത്ത് സിദ്ദിഖ് ജോമോളോടും കൂടി ചോദിക്കൂ എന്നുള്ള സമയത്ത് പറഞ്ഞപ്പോൾ മാത്രമാണ് അവർ പ്രതികരിച്ചത്. അവരുടെ ഉള്ളിലും ചിലപ്പോൾ ഇത്തരത്തിലൊരു ഭയം നിലനിൽക്കുന്നൊരു നിലനിന്നിരിക്കില്ലേ? അങ്ങനെ ഒരു തോന്നലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ആക്ച്വലി ശ്രീമതി ജോമോളുടെ പ്രതികരണം വളരെ ബാലിശമായിട്ടാണ് തോന്നിയത്. എനിക്ക് വളരെ ഫണ്ണി ആയിട്ടാണ് ആക്ച്വലി തോന്നിയത്. ഇങ്ങനെ ഒരു പ്രശ്നം ഇൻഡസ്ട്രിയിൽ ഉള്ളതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര തമാശയായിട്ടാണ് തോന്നിയത്. അത് എനിക്ക് തോന്നുന്നു അതിലും ഭേദം സിദ്ദിഖ് സർ പറഞ്ഞിരുന്ന രീതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നമ്മൾ നേതൃത്വ നിലയിൽ ഒരാളെ പ്രതിഷ്ഠിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റഫ് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ, വളരെയധികം നന്ദി ഷിബിലി. എന്തായാലും
കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വെളിപ്പെടുത്തലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ റെജി ലൂക്കോസ് ചേരുന്നുണ്ട്. റെജി, എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു തീരുമാനത്തോട്?